മയീമാനന്ദവല്ലീമൃതകരതലേ ആദിശക്തിപരായ മായീമയാസ്വരൂപീ സ്ഫടികമണിധരേ വമദേവീ ഷഡംഗി ധ്യാനീധ്യാനർത്ഥരൂപി നളിന പരിമളീ നാദയോങ്കാരൂപി മന്ത്രീയോഗാസനസ്ഥ ഭുവനവശികരീ സുന്ദരീയയും നമോസ്. ദേവി മാഹാത്മ്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പ്രഭാഷണം ചെയ്യണം, ഒരു സാധന ക്യാമ്പായിട്ട് നടത്തണം എന്നൊക്കെ ഇതിന്റെ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഭാരതത്തിലെ രണ്ട് പ്രസിദ്ധങ്ങളായ ആധ്യാത്മിക ശാഖകളാണ് ബൗദ്ധായനവും അശ്വലായനവും. ബൗദ്ധായനത്തിന്റെയും അശ്വലായനത്തിന്റെയും തലങ്ങളിൽ നിന്ന് ആധ്യാത്മികതയെ ആചാര പ്രതിഷ്ഠിതമായ സാധനയിലൂടെ രൂപപ്പെടുത്തുന്നത് ദേവി ഉപാസനയുടെ അന്തർമണ്ഡലങ്ങളിലാണ്. ശൈവവും ശാക്തേയവുമായ ധാരകൾ സമ്മേളിക്കുന്നതും ആ തലങ്ങളിലാണ്. അതുകൊണ്ട് അതിന് ബൗദ്ധായനത്തിന്റെ ആന്തോളനങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. ആ നിലയിൽ ശാക്തേയ പരമ്പര സുദൃഢവും സുതാര്യവുമായ ഒരു സാധനാമാർഗം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് സാധനയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പര്യാപ്തമായിട്ടുള്ള വ്യക്തമായ ആഗമതന്ത്രങ്ങൾ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. അതുതന്നെ കൗളവും കാത്യായനവുമായി പിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെ ആചാരഭേദം കൊണ്ട് 3 സരണികളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 3 സരണികളാണ് ആചാരത്തില് ഈ വഴിയില് രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളത്. 1 സമയാചാരം, 2 കൗള ആചാരം, 3 മിശ്ര ആചാരം. ഇവയൊന്നും ഇന്ന് സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ധരിച്ചു വച്ചാകരുത്. ബൗദ്ധായനത്തിന്റെയും അശ്വലായനത്തിന്റെയും ശാക്തേയത്തിന്റെയും കൗളത്തിന്റെയും മിശ്രത്തിന്റെയും വികല ഭാവങ്ങളെല്ലാം ഇന്ന് ഭക്തിയുടെ ലോകങ്ങളിൽ വേണ്ടത്രയുണ്ട്. സമയാചാരത്തിന്റെ അത്യന്തഭാസുരങ്ങളായ ലോകങ്ങൾ പ്രായേണ ഇന്ന് ജനങ്ങൾ വർദ്ധിച്ചിട്ടുമുണ്ട്. ആ സരണികളിൽ നിന്നുകൊണ്ട് സാമ്പ്രദായിക മര്യാദകളെ അവലംബിച്ച് ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പരമ്പരയ ആധ്യാത്മിക അനുഭൂതിയിലെത്തിയിട്ടുള്ള ആചാര്യന്മാരിൽ നിന്ന് മാത്രമാണ് സുദൃഢവും സുവ്യക്തവുമായ ശാസ്ത്രരഹസ്യങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുള്ളത്. അവരനുഭവിച്ച ആനന്ദത്തിന്റെയും അവര് കണ്ടെത്തിയ മഹാരഹസ്യങ്ങളുടെയും ലോകമാണ് അവർ നമുക്ക് തന്നത്. അതിന്റെ വിസ്തൃതവും വിശദവുമായ പഠനങ്ങൾ മന്ത്രതന്ത്രങ്ങളിൽ ആവൃതവുമാണ്. മന്ത്രശാസ്ത്രത്തിന്റെയും മന്ത്രാനുഭൂതിയുടെയും ഭാസുര ലോകങ്ങളിലേക്ക് മാനവ മനസ്സുകളെ ഹഠാത് ആകർഷിച്ചെത്തിച്ച അസ്മാദൃശന്മാരായ ആചാര്യന്മാരുടെ കൂട്ടത്തിൽ ഒട്ടേറെ പേരുണ്ട്. ആ വഴിയിൽ സുഭഗോദയം, സൗന്ദര്യലഹരി മുതലായ ശാസ്ത്രരഹസ്യങ്ങൾ ബൃംഹണം ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളുമുണ്ട്. ഗൗഡപാദാചാര്യന്റെയും ജഗദ്ഗുരു ശങ്കരന്റെയും ഒക്കെ കണ്ടെത്തലുകൾ അവിടെയാണ്. ആത്മദൃഷ്ടിയില് ആചാര്യശങ്കരനെയും ഗൗഡപാദനെയും ഒക്കെ കാണുമ്പോൾ പ്രതിവാദി ഭയങ്കരന്മാരായ ആ
ആചാര്യന്മാരുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പഠിക്കുന്നവർ അവരുടെ ആചാരവിചാരങ്ങളുടെ സരണികളിലേക്ക് പലപ്പോഴും കടന്നു ചെല്ലാറില്ല. ആ ജന്മ ബ്രഹ്മചാരിയായ ആചാര്യന്റെ അത്യന്ത ഭാസുരമായ കൃതികളിലൊന്നാണ് സൗന്ദര്യലഹരി. പൂർവാചാര്യന്റെ കൃതിയാണ് സുഭഗോദയം. സമയാചാര തൽപരരായിരുന്ന നിങ്ങളും ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുന്നുണ്ടാവും. സമയാചാര തത്പര എന്നതിൽ കേട്ടിട്ടുമുണ്ടാവും. ആ സമയാചാരത്തിന്റെ ലോകങ്ങളിലൂടെ ശിവശക്തി കാമ ക്ഷിതിരഥ രവിശീതകിരണ സ്മരോഹം സചക്രതനു ച പരാമാരഹരേഹ അമീഹിർലേഖാവി സ്തുസുഭി അവസാനേഷു ഘടിത ഭജന്തേ വർണ്ണാസ്തേ തവ ജനനിമാ അവയവതാം എന്ന് സാക്ഷാൽ ശങ്കരൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ മന്ത്രലോകങ്ങളിലേക്കാണ് നമ്മളെ പിടിച്ചുകൊണ്ടുപോകുന്നത്. ശിവബീജമായിരിക്കുന്ന ക, ശക്തിബീജമായിരിക്കുന്ന എ, കാമബീജമായിരിക്കുന്ന ഈ, ക്ഷിതിബീജമായിരിക്കുന്ന ല, ക ഏ ഈ ല, രവിശീതകിരണ സ്മരഹ ഹംസഃ ചക്രഃ. ഇതിനെ സൗരഖണ്ഡം എന്ന് പറയും. ആദ്യത്തതിനെ ആഗ്നേയഖണ്ഡം എന്ന് പറയും. എന്താണ് ദേവി ഉപാസന എന്നൊന്ന് കണ്ടിട്ട് പ്രവേശിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വഴിക്ക് പോകുന്നത്. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പ്രഭാഷണം പ്രതീക്ഷിച്ചു വന്നവർക്ക്. അപ്പോ ആഗ്നേയഖണ്ഡം, സൗരഖണ്ഡം, ചന്ദ്രഖണ്ഡം, ചന്ദ്രകലാഖണ്ഡം. ബ്രഹ്മാണ്ടത്തിലും പിണ്ടാണ്ടത്തിലും ഇവയെ അന്വേഷിക്കുകയും ആ സൗരഖണ്ഡത്തെ ഭേദിച്ച് ബ്രഹ്മഗ്രന്ഥി ഉടച്ച്, സൗരഖണ്ഡം ഭേദിച്ച് വിഷ്ണുഗ്രന്ഥി തകർത്ത്, ചന്ദ്രഖണ്ഡം ഭേദിച്ച് രുദ്രഗ്രന്ഥി തകർത്ത് അനന്തരസ്ഥിതയായ ഏകാക്ഷരിയിലെത്തുമ്പോൾ ഭുവനേശ്വരി ബീജം തുടിക്കുന്ന ഹൃദയക്ഷേത്രത്തില് തന്നെ കണ്ടെത്തുന്ന ഒരു അനുഭൂതിയുടെ ലോകം ആചാര്യന്മാർ വരച്ചു കാണിച്ചിട്ടുണ്ട്. തവാധാരേ മൂലേ, നിന്റെ ആധാരത്തില്, മൂലാധാരത്തില് സഹസമയയാ ലാസ്യപരയാ, ലാസ്യപരയായ സമയ എന്ന ദേവിയോടുകൂടി മഹാതാണ്ഡവ നടത്തുന്ന, നവരസ മഹാതാണ്ഡവ നടത്തുന്ന സദാശിവനോടുകൂടി ഉയർന്ന് സഹസ്രാരപത്മത്തിൽ ഏകീഭവിക്കുന്ന ഒരു ലോകമായി ഉണർത്തുന്നത്. അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലൂടെ തന്റെ പിണ്ടാണ്ടത്തിലെ മൂലാധാരത്തില് ക്ഷിതിയെയും, സ്വാധിഷ്ഠാനത്തില് അഗ്നിയെയും, മണിപൂരത്തിൽ ജലത്തെയും, ഹൃച്ചക്രത്തില് മരുത്തിനെയും, ഉപരി ആകാശത്തെയും വ്യവച്ഛേദിച്ചു കണ്ട് കടന്നുപോകുന്ന രംഗവും അവിടെ വർണ്ണിതമാണ്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതരം സാധനയുടെ ലോകമാണ് ദേവീ ഉപാസനയുടെ ലോകം. അത് എത്രത്തോളമൊക്കെ നമുക്കറിയും, എത്രത്തോളമൊക്കെ നമുക്ക് ആസ്വദിക്കാം, എത്രത്തോളമൊക്കെ അനുഭവിക്കാം, അതൊക്കെ വൈയക്തികമായ സമീക്ഷകളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയം കഠിനൗഠിനമാണ്. സാധനയിൽ ഇഷ്ടപ്പെടുന്നവന് ലളിതവുമാണ്. മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നമ്മുടെ യുക്തിക്ക് അതീവ പ്രാധാന്യമുണ്ട്. ഇവിടെ അത് അവസാനിക്കുന്നിടത്ത് തുടങ്ങുകയാണ്. വ്യക്തിയും അവന്റെ അറിവും അവന്റെ നേട്ടങ്ങളും അവൻ വിചാരിക്കുന്ന യുക്തി സർവഭദ്രമായ സകലതും അസ്തമിക്കുകയും അവൻ അറിയില്ല എന്ന് ബോധ്യപ്പെട്ട് ശൈശവരൂപിയായി ആ മാതൃവക്ഷസിനെ പാനം ചെയ്യുവാനുള്ള
അതിലാണ് എന്റെ കരണപ്രതികരണങ്ങളുടെ ആന്തോളനങ്ങൾ അത്രയുമെന്ന് അറിഞ്ഞ് ശൈശവരൂപിയാകാൻ തയ്യാറാകുന്ന ഒരു മുഹൂർത്തത്തിലാണ് ദേവി ഉപാസനയുടെ ആരംഭം കുറിക്കുന്നത്. അവിടുത്തെ തൃച്ചേവടികളുടെ ഒരു സ്പന്ദനം മതിയാകും ഈ പ്രപഞ്ചത്തെ കുളിർപ്പിക്കാനും തകർക്കാനുമെന്നറിയുന്ന ഒരുവൻ. മാതൃഭാവത്തിന്റെ ഉദാരതലങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോൾ ഈ വിശാല വിശ്വത്തിൽ താൻ നേടിയതെല്ലാം, താൻ കണ്ടതെല്ലാം, താൻ അനുഭവിച്ചതെല്ലാം ആ ഒരു കൃപയുടെ മുമ്പിൽ തകർന്നു പോകുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് സംജാതമാകുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമികയിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ വെളിയിൽ നിൽക്കാം. അവിടെ മാത്രം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരുപോലെ അസ്തമിക്കുകയാണ്. ഭാവനയില്ലെങ്കിൽ ഇരിക്കരുത്. ഇതുവരെയുള്ള എന്നെ വിളിച്ചിട്ടുള്ള ക്ലാസുകളിലൊക്കെ കാർക്കശ്യമുള്ള യുക്തി കൊണ്ട് ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്നെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ എത്തിയതെങ്കിൽ നിങ്ങൾ ദുഃഖിതരായി തിരിച്ചു മടങ്ങും. ഈ വിഷയത്തിൽ അനുപമേയമായ ഒരു മാതൃഭാവത്തിന്റെ തലങ്ങളിലാണ് ദേവി ഉപാസന ആരംഭിക്കുന്നത്. അത് രൂപാന്തരപ്പെടുന്നത് ബീജാക്ഷര സങ്കേതങ്ങളിലാണ്, ബീജനിഘണ്ടുക്കളിലാണ്. അത് സൂചിതമാകുന്നത് സൗന്ദര്യലഹരിയുടെ 31-ാം ശ്ലോകത്തിലാണ്. പ്രസിദ്ധമായ വിദ്യാമന്ത്രത്തിന്റെ എവിടെയാണ് വിദ്യ ഉത്ഫുല്ലമാകുന്നത്? അതിന് തുടക്കമാകുന്ന ബാലയാണ് ഞാൻ ആദ്യം സംബോധന ചെയ്ത ദേവി. അവളുടെ അനുഗ്രഹമില്ലെങ്കിൽ ബാലയെ കൂടാതെ വിദ്യയിലേക്ക് പ്രവേശിക്കാനാവില്ലെന്ന് പണ്ഡിതമതം. അതുകൊണ്ട് ദേവിയെ വണങ്ങി ആയീം ആനന്ദവല്ലീം മന്ത്രി മന്ത്രാർത്ഥരൂപി ഐങ്കാരമായിരിക്കുന്ന ആ സുന്ദരിയെ നമിച്ചിട്ട് പ്രവേശിക്കുന്ന ലോകം. സൗന്ദര്യം അതിന്റെ കേവലഭാവത്തിലെത്തുന്നത് ഭാര്യയിലും കാമുകിയിലുമല്ല, അമ്മയിലാണ്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ പൂർവിക തേജസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. സൗന്ദര്യം അതിന്റെ ഏറ്റവും മുഖിതവും മനോഹരവും അവാച്യവുമായ തലങ്ങളിലെത്തുന്നത് മാതാവിലാണ്. അമ്മയ്ക്ക് സൗന്ദര്യം പോരാത്തതുകൊണ്ട് ആരുടെയൊക്കെയോ പുറകെ പോയവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ആ മാതാവിലേക്ക് തിരിച്ചെത്തുന്ന ബാക്കിയെല്ലാം യുക്തിയുടെയും ഭക്തിയുടെയും ഒക്കെ വഴികളാവും. ഇവിടെ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതിനുള്ള ബീജാക്ഷരങ്ങൾ ശിവ, ശക്തി, കാമ, ക്ഷിതി, ഈ 4 ആഗ്നേയഖണ്ഡം എന്ന് പറയും പിണ്ടാണ്ടത്തില്. അതിന്റെ ബീജങ്ങൾ ക, ഏ, ഈ, ല. രവിശീത കിരണ, സ്മരഹ, ഹംസ, ശക്ര. ഇതിന് സൗരഖണ്ഡമെന്ന് പറയും. ഹ, സ, ക, ഹ, ല. ഈ സൗരഖണ്ഡത്തിന്റെയും ആഗ്നേയഖണ്ഡത്തിന്റെയും ഇടയിൽ രുദ്രഗ്രന്ഥി, ഹൃല്ലേഖാബീജം, അതിന് ഹ്രീംകാരമെന്ന് പറയും. ഹ്രീം. പരാമാരഹരയ ചന്ദ്രഖണ്ഡം, അവിടെ സ, ക, ല. ആ സൗരചന്ദ്രഖണ്ഡങ്ങൾക്ക് നടുവിൽ വിഷ്ണുഗ്രന്ഥി. ആ സ്ഥാനത്ത് ഭുവനേശ്വരി ബീജം, ഹ്രീംകാരം. തുരീയമായ ഏകാക്ഷരഖണ്ഡം, ചന്ദ്രകലാഖണ്ഡം, ശ്രീം. ചന്ദ്രകലാഖണ്ഡത്തിന്റെയും ചന്ദ്രഖണ്ഡത്തിന്റെയും മധ്യത്തിൽ ബ്രഹ്മഗ്രന്ഥി സ്ഥാനം,
അവിടെ ഹൃല്ലേഖാബീജം ഹ്രീം. ഇങ്ങനെയാണ് മന്ത്രാക്ഷര സംയോഗം. അപ്പോ കായേല ഹ്രീം, ഹാ സാ കാ ഹാ ല ക്രീം, ശ്രീം ക്രീം ശ്രീം. ഇത് ഷോഡശാക്ഷരി. പഞ്ചദശാക്ഷരിയാണ്. അതില് ശ്രീം എന്നത് ഗുരുവിൽ നിന്ന് മാത്രം നേരിട്ട് അഗാധമായ മൗനത്തിൽ വെച്ച് അനുഭവിക്കേണ്ടതാണെന്ന് മന്ത്രയോഗികൾ പഠിപ്പിക്കേണ്ടതുകൊണ്ട് മാത്രം പറയുകയാണ്. മന്ത്രരൂപത്തിലല്ല, പഠിക്കാനുള്ള ബീജങ്ങൾ എന്ന നിലയിൽ മാത്രം. ഈ ഷോഡശാക്ഷരിയിൽ നിന്നാണ് സമയാചാരത്തിന്റെ ഒട്ടേറെ സങ്കല്പനങ്ങൾ ഉണ്ടാകുന്നത്. അത് പഠിക്കാൻ സൗന്ദര്യലഹരിയുടെ 41-ാം ശ്ലോകം, സൗന്ദര്യലഹരിയുടെ 10-ാം ശ്ലോകം, സൗന്ദര്യലഹരിയുടെ 7-ാം ശ്ലോകമൊക്കെ എടുത്തു വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ തവാധാരേ മൂലേ സഹ സമയാലാസ്യപരയ തവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവ നടം ഉപാഭ്യാമേതാഭ്യാം ഉദയവിധിമുദ്ദിശ്യതേയ സനാദാഭ്യാം ജജ്ഞേ ജനകജനനീം അജഗതിതം. ആ നടനം അനുഭവിക്കുമ്പോഴാണ് സുധാധാരാസാരൈ ചരണയുഗളന്തർവികളിതൈഹി പ്രപഞ്ചം സിഞ്ചന്തി പുനരവി രസാംനായ മഹസഃ അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിഭമത്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വഭിഷി കുലകുണ്ടേ കുഹരിടി. ആ ദേവിയുടെ ചരണാരവിന്ദത്തിൽ നിന്ന് ഒഴുകുന്ന അമൃതധാര, അതനുഭവിക്കുമ്പോൾ ഉള്ള ആനന്ദം, അതൊക്കെ പ്രകടമാക്കുന്ന സമയാചാരത്തിന്റെ അത്യന്തഭാസുരങ്ങളായ ലോകങ്ങളെ കടന്നു വേണം ദേവീ ഉപാസനയുടെ പുരാണപ്രസിദ്ധങ്ങളായ ലോകങ്ങളിലേക്ക് പോകാൻ. അതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വളരെ ഉന്നതമായ നവാക്ഷര മന്ത്രവർണ്ണനമാണ് നാം പഠിക്കാൻ പോകുന്ന ദേവീമാഹാത്മ്യം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ചൈ. 9 അക്ഷരങ്ങളാണ്. ആ മന്ത്രവർണ്ണനം മഹീധാരേ മൂലേ കമവി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദിമരുതമാകാശമുപരി മനോവിഭ്രൂമധ്യേ സകലമഭിഭിത്വാ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാവിഹരസേ. ഇതാ പിണ്ടാണ്ടത്തിന്റെ കൽപ്പന. മഹിം മൂലാധാരേ, മൂലാധാരത്തിൽ ഭൂമി. മഹിമൂലാധാരേ കം അഭി മണിപൂരേ, ജലം മണിപൂരത്തില്. അവിടെ ചക്രങ്ങളുടെ സ്ഥിതിക്ക് ഭേദമുണ്ട്. മൂലാധാരം കഴിഞ്ഞ് സ്വാധിഷ്ഠാനമാണ്. ഭൂതഗതിയിലാണ്. മഹി കഴിഞ്ഞ് ജലമായതുകൊണ്ടാണ് മണിപൂരം പറഞ്ഞിരിക്കുന്നത്. കമഭി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ. ഹുതവഹം അഗ്നി സ്വാധിഷ്ഠാനത്തില്. ഹൃദിമരുതം, ഹൃത്തില്, ഹൃദയാകാശത്തില്, അനാഹതത്തില്. പ്രധാനമൊക്കെ വന്നിരിക്കുമ്പോ ആ നടയടച്ചു കഴിഞ്ഞിട്ട് ഒരു മണി മറ്റൊരു മണിയെ മുട്ടാതടിക്കുന്ന ഒരു ശബ്ദം പണ്ടുണ്ടായിരുന്നു. അതിന് അനാഹത ധ്വനി എന്ന് പറയും. ഇപ്പൊ ഒരു കിളിക്കുമ്പോ പുറത്തുള്ളവനൊക്കെ കൂടെ അടിയോടടി തുടങ്ങും. കാരണം മതം യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നതാണ് ഇന്ന് ഭക്തി, സ്വാനുഭൂതിക്കല്ല. പണ്ട് അതിനകത്ത് ഒരുപാട് പേർക്ക് കയറി നിൽക്കാൻ ഇടയില്ല. നിങ്ങൾ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളിലൊക്കെ
ഒരാളല്ലെങ്കിൽ രണ്ടുപേർക്കേ നിൽക്കാനിടയുള്ളൂ. അനുഭൂതിക്കു വേണ്ടിയാണ് ആരാധനാലയത്തിലെത്തുന്നത്. ഇന്ന് ഒരു മതം മറ്റൊരു മതത്തെ പേടിപ്പിക്കാനാണ് എത്തുന്നത്. മറ്റതല്ല, മറ്റത് തന്റെ അനുഭൂതിക്കാണ്. അതിന്റെ രൂപത്തെ ദർശിച്ച് തന്റെ അകത്ത് ആ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് പിണ്ടാണ്ടത്തിലേക്കുള്ള പോക്കാണത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നിലുണ്ട്. ഈ ഭൂമി എന്റെ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നു. മഹി മൂലാധാരി കം ജലം അഭി സ്വാധിഷ്ഠാനെ കമഭി മണിപൂരെ മണിപൂരത്തിൽ ജലം കുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനെ അഗ്നി എന്റെ സ്വാധിഷ്ഠാനത്തിലിരിക്കുന്നു. പുറത്തെ ഒരു അഗ്നിക്കും ഞാൻ ഓടുന്നില്ല. അത് നേരത്തെ പറഞ്ഞ മന്ത്രങ്ങളെ ഓർക്കണം. അഗ്നിഖണ്ഡത്തെയും സൂര്യഖണ്ഡത്തെയും ചന്ദ്രഖണ്ഡത്തെയും ഒക്കെ ഭേദിച്ചെത്തുന്ന നില. ഹൃതിമരുതം വായു എന്റെ ഹൃത്തില്, അനാഹത ചക്രത്തില്. എപ്പോഴാണോ എന്റെ ചിന്തകൾ ആഹതങ്ങളാകുന്നത് അതെന്റെ അനാഹത ചക്രത്തെ തകർക്കുന്നു. അതെന്നെ മൃത്യുമുഖത്തേക്ക് നയിക്കുന്നു. എന്റെ അനാഹത ചക്രം അനാഹതമായിരിക്കുമ്പോൾ ഞാൻ ആരോഗ്യവാനായിരിക്കുന്നു. ഇങ്ങനൊരു ആരോഗ്യശാസ്ത്രവും നമുക്കുണ്ട്. അനാഹതത്തെ ചുറ്റിപ്പറ്റിയാണ് എന്റെ നില. ആ ചക്രം അനാഹതമായിരിക്കണം, ആഹതമില്ലാത്തത്. അതിന് പുറത്തുനിന്നെല്ലാം ആഹതമായതൊന്നും സ്വീകരിക്കരുത്. ആഹാരനീഹാരാദികളെല്ലാം ശബ്ദസ്പർശ രൂപരസഗന്ധാദി ആഹാരങ്ങളെല്ലാം ഒരു ശബ്ദം മതി ആഹതമുണ്ടാവാൻ, ഒരു സ്പർശം മതി ആഹതമുണ്ടാവാൻ. എന്റെ അനാഹതം ഞാൻ അറിയുന്നതിന് മുമ്പ് സാധനയിൽ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളിലും അന്തസ്ഥിതമായ അനാഹത ചക്രത്തെ ഞാൻ അറിയണം. സാധകൻ ആദ്യം അറിയേണ്ടത്. എന്റെ ചലനം ആ വൃക്ഷത്തിന് ആഹതമുണ്ടാക്കുമോ? എന്റെ ചലനം ആ ചെറിയ ജീവിയെ ആഹതത്തിലെത്തിക്കുമോ? എന്റെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ എന്റെ ചുറ്റും കാണുന്ന ജീവജാലങ്ങളിൽ എന്തിന്റെയെങ്കിലും ഹൃത്പത്മത്തിന് ആഹതമുണ്ടാക്കുമോ? ലൗകികമായ സത്യസന്ധതകളും ലൗകികമായ നിയമങ്ങളും ലൗകികമായ വ്യാപാരങ്ങളും സംശുദ്ധമാകുന്നതുകൊണ്ട് ഒരുവൻ ആരോഗ്യവാനാവുന്നില്ലെന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കും. ലൗകിക നിയമങ്ങളെല്ലാം മാനവൻ അവന്റെ ജാതി, അവന്റെ മതം, അവന്റെ വർഗം, അവന്റെ വർണ്ണം കൂടിയാൽ മനുഷ്യനെന്ന ഒരു തലത്തെ മാത്രം വെച്ചുകൊണ്ട് രൂപപ്പെടുത്തിയതും ഉണ്ടാക്കിയതുമാണ്. അവന്റെ സ്വരൂപവും സ്വഭാവവും സർവത്ര വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ അതിലെ ഒരു പരിമിത അംശത്തെ മാത്രം എടുത്തുണ്ടാക്കിയതാണ് ഇന്നോളം പരിഷ്കൃതനായ മനുഷ്യനുണ്ടാക്കിയ എല്ലാ നിയമവും. അവയ്ക്കൊന്നും മാനവചേതനയുടെ ഈ തലത്തില് പ്രസക്തിയില്ല. അതുകൊണ്ട് ഒന്നിനെയും ആഹതം വരുത്താതെ അനാഹതമായി കാണുമ്പോൾ അനാഹത ചക്രത്തിൽ ഉത്ഭൂതമാകുന്ന ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്നവരും രാജ്യം കോടിക്കണക്കിന് രൂപ മുടക്കി പഠിപ്പിച്ചവരുമായ ശാസ്ത്രകാരന്മാര് നിരന്നിരുന്ന് ഞെളിയുമ്പോൾ മനുഷ്യൻ കെട്ടിയിടാത്ത എല്ലാ പക്ഷികളും മൃഗങ്ങളും സുനാമിയിൽ രക്ഷപ്പെട്ടിട്ടും പണ്ഡിതരായ മനുഷ്യർ രക്ഷപ്പെട്ടില്ല. ഉദാഹരണമാണ് വേണ്ടതെങ്കിൽ ഈ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ, വീടിന്റെ ഭിത്തിയിൽ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നിരത്തി എഴുതാൻ ഡിഗ്രികളുള്ളവർ,
തന്റെ വിദ്യാഭ്യാസം കാണിച്ച് ലോകരെ വിരട്ടുന്നവർ, അവരൊക്കെ ഞെളിഞ്ഞിരിക്കുമ്പോൾ ആ ശാസ്ത്രത്തിൽ ആണയിട്ട് ഭരണാധികാരികൾ മാനവവികാസത്തെപ്പറ്റി അഹങ്കരിക്കുമ്പോൾ ആ അമ്മയുടെ പാദമൊന്നിളകിയപ്പോൾ അമ്മയിൽ ആശ്രയിച്ചു നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു. ഞാൻ രക്ഷിക്കാൻ കെട്ടിയിട്ടിരിക്കുന്ന, എന്നെക്കൊണ്ട് രക്ഷപ്പെടുമെന്ന് വ്യാമോഹിച്ച, ഞാൻ കെട്ടിയിട്ട ആടും മാടും പട്ടിയും പശുവും ഞാനും ചത്തു. ഇത് കഴിഞ്ഞ ഉടനെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് പിന്നെയും ശാസ്ത്രത്തിന്റെ അഹന്ത പറയുന്നവന്റെ മുഖത്ത് ഈ നാട്ടുകാർ കാർക്കിച്ചു തുപ്പാത്തത് അവരുടെ വിവരം കൊണ്ടാവും. മാനവ പുരോഗതി മനുഷ്യനെന്ന ചെറിയൊരു വർഗത്തെ മാത്രം വെച്ചാണ്. അതിൽ ഓരോ നിയമവും ഓരോ ചെറിയ കൂട്ടരെ വെച്ചാണ്. സകലം വ്യാപിച്ചു നിൽക്കുന്ന ഈ ഭൂമി എന്റെ മഹിയാണെന്നും എന്റെ മൂലാധാരമാണെന്നും വ്യാപകമായ ഈ ജലം മുഴുവൻ എന്റെ മണിപൂരത്തിലാണെന്നും അവിടുത്തെ ചെറിയൊരു ആന്തോളനത്തിന് ബ്രഹ്മാണ്ടത്തെ ചലിപ്പിക്കാനും ബ്രഹ്മാണ്ടത്തിന്റെ ചെറിയൊരു ചലനം എന്റെ പിണ്ടാണ്ടത്തെ ചലിപ്പിക്കുമെന്നും അതിന്റെ ഒരു പാരസ്പര്യമാണ് അറിവെന്നും അതാണ് അറിയേണ്ടതെന്നും അതറിയുമ്പോൾ ജലവും ഭൂമിയുമെല്ലാം ഞാൻ തന്നെയാണെന്ന അറിവിൽ അതിനെ നശിപ്പിക്കാതിരിക്കുമ്പോൾ എന്റെ ആഹതമുണ്ടാകാവുന്ന ചക്രം അനാഹതമായിത്തീരുന്നുവെന്നും അതെന്റെയും സമസ്ത ജീവികളുടെയും ആരോഗ്യമാകുമെന്നും ഇതിനൊരു അടിക്കുറിപ്പ്. അത് വേറൊരു പഠനമാണ്. നമുക്കതിലേക്ക് ഇപ്പൊ പോകണ്ട. അത് വളരെ വിപുലമാണ്. ഹൃതിമരുതം ആകാശമുപരി ആജ്ഞാചക്രത്തില്. അപ്പോ മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം, അനാഹതം, വിശുദ്ധി. വിശുദ്ധി ചക്രത്തില് കണ്ഠസ്ഥിതമായ വിശുദ്ധി ചക്രത്തിൽ ആകാശം, ആകാശമുപരി. അതിലുമുപരി ആജ്ഞാചക്രത്തില് ഇവയെ അതിജീവിക്കുന്ന ആ മനസ്സും വെച്ച് മനോവിഭ്രൂമധ്യേ മനഃചക്രം. ആ മനസ്സ് എന്റെ ഭ്രൂമധ്യത്തിലാണ്, ആജ്ഞാചക്രത്തിലാണ്. സകലമഭിഭിത്വാ കുലപഥം. ഇതെല്ലാം ഭേദിച്ച് സഹസ്രാരേ പത്മേ, ആ സഹസ്രാര പത്മത്തില് സഹ രഹസി പത്യാ വിഹരസേ, പതിയായ പരമശിവനോടുകൂടി അമ്മയെ അവിടുന്ന് നൃത്തം ചെയ്യുന്നത് കാണാൻ. ഇങ്ങനൊരു അന്വേഷണമാണ് ദേവീ ഉപാസനയുടെ സ്ഥലം. അപ്പൊ ദേവി ഇരിക്കുന്ന സ്ഥലമൊക്കെ പറയും അവര് കൃത്യമായി. സുധാസിന്ധോർ മധ്യേ, സുധാസിന്ധുവിന്റെ മധ്യത്തിൽ, അമൃതസമുദ്രത്തിന്റെ മധ്യത്തിൽ, സുരവിടവി വാടീ പരിവൃതേ, അതിന് ചുറ്റും കൽപ്പവൃക്ഷം നിറഞ്ഞു നിൽക്കുന്നു. പരിവൃതേ മണിദ്വീപേ നീപോപവനതി ചിന്താമണിഗൃഹേ. ഇവിടെ മണിദ്വീപത്തില് ചിന്താമണിഗൃഹത്തില് ശിവാകാരേ മഞ്ചേ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരാകുന്ന കാലുകളോടുകൂടിയ സദാശിവനാകുന്ന കട്ടിലിൽ പരമശിവ പര്യങ്ക നിലയ, പരമശിവനാകുന്ന മെത്തയിൽ ഭജന്തിത്വാം ധന്യാഹ കതിജന ചിദാനന്ദലഹരീം. ആ കട്ടിലിരിക്കുന്ന അമ്മയെ അവിടുത്തെ ചില സുഹൃതികൾ ഭജിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ പെടാനാ ഞാനും ഭജിക്കുന്നത്. ഞാൻ ഭജിക്കുന്നുണ്ടെന്ന് പറയാറായില്ല. സുഹൃതികളായ ചിലരവരെ അമ്മയെ ഭാവന ചെയ്ത് ഭജിച്ചിട്ടുണ്ട്. അതിലൊന്ന് കയറിപ്പറ്റാനാണ് എന്റെയും ശ്രമം. ഇവിടെയാണ് ദേവീ ഉപാസന. ദേവിയൊക്കെ കൃത്യമായി കണ്ടാണ്
അവര് പറയുന്നേ. സുധാസിന്ധുവിന്റെ മധ്യത്തിൽ സുരവിടവി വാടീ പരിവൃതേ മണിദ്വീപേ നീപോപവനതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിലയ. അവിടെയാണ് ഭജന്തിത്വാം ധന്യാ കതിചന ചിദാനന്ദലഹരി. അങ്ങനെയുള്ള ദേവീ ഉപാസനയുടെ ഹൃദയം തുറക്കുന്ന ഗ്രന്ഥമാണ് നമുക്ക് പഠിക്കാനുള്ള ദേവീമാഹാത്മ്യം. അതിനൊരു ചുറ്റുപാടുണ്ട്. ഈ ദേവീ ഉപാസനയുടെ അനേക ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും മാർക്കണ്ഡേയ പ്രസിദ്ധമായ ദേവീ മഹാത്മ്യം ഭാരതീയർക്ക് വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. മഹാഭാരതത്തിൽ ഗീത എങ്ങനെയോ അങ്ങനെയാണ് മാർക്കണ്ഡേയ പുരാണത്തില് ദേവീ മഹാത്മ്യം. 700 ശ്ലോകങ്ങളാണ്. ശ്ലോകസംഖ്യയുടെ കാര്യത്തിൽ ആചാര്യന്മാർക്ക് അഭിപ്രായ ഭേദമുണ്ട്. ദേവീ മഹാത്മ്യത്തിന്റെ കാര്യത്തിലും ഗീതയിലും ഉണ്ട്. മന്ത്രങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായ ഭേദമില്ല. 700 മന്ത്രങ്ങളാണെന്ന് എല്ലാവരും ഒരുമിച്ചാ പറയുന്നത്. മന്ത്രവും ശ്ലോകവും തമ്മിൽ ഈഷദ്ഭേദമുണ്ട്. അത് പിന്നെ പഠിക്കാം നേരമൊക്കെ ഉണ്ടെങ്കിൽ. ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നാണ് ഭാരതീയമായ അറിവെല്ലാം ഉണ്ടായത്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അറിവാണ് ആദ്യമുണ്ടായത്. പഠിക്കാൻ കുറെ വിഷമമുണ്ടാവും. നിങ്ങൾ ഇന്ന് പഠിച്ചു വച്ചായിരിക്കുന്നതെല്ലാം പാശ്ചാത്യമായ രീതിയാണ്. സ്വാമിജിമാരും പഠിച്ചിരിക്കുന്ന ഇപ്പൊ അതാണ്. മറ്റേ ഗുരുകുലങ്ങളൊക്കെ ഇപ്പം വളരെ പ്രചാരലുപ്തങ്ങളായി. മിഷണറി സെറ്റപ്പുകളിൽ പഠിക്കുന്നതൊക്കെ പാശ്ചാത്യമാണ്. ഇന്ന് പോയി പഠിക്കാൻ, ആധ്യാത്മികത പഠിക്കാൻ പോയാലും അതിന്റെ പഠന രീതി പാശ്ചാത്യമാണ്. ഇത് രണ്ടും 2 തരത്തിലാണ്. അതുകൊണ്ട് കുറെ വൈഷമ്യം ഞാനും നിങ്ങളും തമ്മിൽ ഉണ്ടാവും ഇത് പഠിക്കാൻ പോകുമ്പോൾ. നേരത്തെ മുതലേ ഉള്ളതാണത്.